നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. കഷ്ടിച്ച് കെട്ടിപ്പൊക്കിയ സർക്കാരിന് ആയുസ് കുറവാണെന്ന് പല ഭാഗത്തു നിന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ നിസ്സഹായ അവസ്ഥയുടെ വക്കിലാണ് മോദി ഇപ്പോൾ ഉള്ളത്. എന്തൊക്കെയോ വീമ്പ് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് അവസാനം സഖ്യകക്ഷികളുടെ കാരുണ്യത്താൽ കെട്ടിപ്പൊക്കിയ സർക്കാർ എപ്പോഴാണ് നിലം പതിക്കുക എന്ന ഭീതി മോദിക്കുള്ളിൽ ഉണ്ട് എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെയാണ് അധികാരം കയ്യിൽ കിട്ടിയിട്ടും മോദിയുടെ മുഖത്ത് പ്രസരിപ്പില്ലാത്തതും. സാധാരണ പാർലമെന്റിൽ അഹോരാത്രം പ്രസംഗിക്കുന്ന മോദി രാഹുൽ ഗാന്ധിയുടെ ചോദ്യശരങ്ങൾക്ക് തിരിച്ചടിക്കാതിരുന്നതും ഈ ഭീതിയുടെ കാരണത്താൽ ഒന്നു തന്നെയാണ്. എന്ത് ചെയ്യുമ്പോഴും എപ്പോൾ സർക്കാർ നിലം പതിക്കുമെന്ന പേടി സർക്കാർ രൂപീകരണത്തിന് പിന്നാലെ മോദിയുടെ മനസ്സിൽ ഉടലെടുത്തിരുന്നു. അതിനാൽ തന്നെ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് മോദി ഇപ്പോൾ ഉള്ളത്. സർക്കാർ രൂപീകരിക്കാനുള്ള എല്ലാ സാധ്യതയും ഇന്ത്യ സഖ്യത്തിന് മുന്നിൽ ഉണ്ടായിട്ടും അവസരം വരുമ്പോൾ ആലോചിക്കാമെന്ന് ഇന്ത്യ സഖ്യം തുറന്നടിച്ചതും മോദിയെ തെല്ലൊന്നുമല്ല അലട്ടുന്നത്. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നതെന്ന്. എന്നാൽ ഇപ്പോൾ ഇതാ മൂന്നാം മോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ആഗസ്റ്റ് മാസത്തിനുള്ളിൽ വീഴുമെന്ന് RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ്. എപ്പോൾ വേണമെങ്കിലും ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടി പ്രവർത്തകരോട് തെരഞ്ഞെടുപ്പിന് തയ്യാറായിരിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു അദ്ദേഹം. ഡൽഹിയിലെ മോദി സർക്കാർ വളരെ ദുർബലമാണ്, ആഗസ്റ്റിനപ്പുറം അവർക്ക് ഭരിക്കാൻ സാധിക്കില്ലെന്നും ലാലു പ്രസാദ് യാദവ് പറഞ്ഞു. നേരത്തെ BJPയുമായി സഖ്യമുണ്ടാക്കിയ JDUവിനെതിരെ വിമർശനവുമായി ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും രംഗത്തെത്തിയിരുന്നു. BJPയുമായി സഖ്യമുണ്ടാക്കിയത് വഴി പാർട്ടി അവരുടെ ആശയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുവെന്നായിരുന്നു ലാലുവിന്റെ പ്രധാന വിമർശനം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 240 സീറ്റുകളാണ് ലഭിച്ചത്. ഇക്കുറി ഒറ്റയ്ക്ക് 272 എന്ന മാജിക് നമ്പർ പിന്നിടാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. JDU, TDP തുടങ്ങിയ സഖ്യകക്ഷികളുടെ പിൻബലത്തോടെയാണ് നരേന്ദ്രമോദി മൂന്നാമതും സർക്കാർ രൂപീകരിച്ചത്. ഇതിനിടെ സർക്കാരിന് അധികം ആയുസ് ഉണ്ടാവില്ലെന്ന പ്രസ്താവനയുമായി പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു.